സ്ഥാനക്കയറ്റവും ശമ്പള വർധനയും സംബന്ധിച്ച് ചർച്ച ചെയ്യാൻ ഇന്നലെ തിരുവനന്തപുരം മേഖലാ ഓഫീസിൽ യോഗം ചേർന്നിരുന്നു. ഈ മാസം 31 മുമ്പ് പ്രശ്നം പരിഹരിക്കാൻ തത്വത്തിൽ തീരുമാനിച്ചു. എന്നാൽ യോഗ തീരുമാനങ്ങൾ മാനേജ്മെന്റ് രേഖാമൂലം എഴുതി നൽകിയില്ല. ഇതോടെ ഓഫീസിൽ നടന്ന അഭിമുഖം സംയുക്ത തൊഴിലാളി സംഘടനാ പ്രവർത്തകർ തടസ്സപ്പെടുത്തി. ഇതിനെതിരെ മാനേജ്മെന്റ് പോലീസിൽ പരാതി നൽകി. 41 ജീവനക്കാർക്കെതിരെ കേസെടുത്തു. മിൽമയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഒരു MDയും ചെയർമാനും ഇവിടുത്തെ ജീവനക്കാർക്കെതിരെ കേസ് കൊടുക്കുന്നതും രാത്രി തന്നെ കേസെടുപ്പിക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇന്ന് 3 ഡയറിയിലും സ്തംഭനാവസ്ഥയിലേക്ക് ട്രേഡ് യൂണിയനുകളെ കൊണ്ടെത്തിച്ചത്. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട ജില്ലകളിലെ മിൽമ പ്ലാന്റുകൾ ഇന്ന് പ്രവർത്തിച്ചില്ല. വിവിധ ഭാഗങ്ങളിൽ നിന്ന് പാൽ പ്ലാന്റുകളിൽ എത്തിച്ചെങ്കിലും പാക്കിംഗ് നടന്നില്ല. അതിനാൽ ഇന്ന് ഉച്ചയ്ക്ക് ശേഷം തെക്കൻ കേരളത്തിൽ മിൽമ പാലിന് ക്ഷാമം നേരിട്ട് തുടങ്ങും. അതൊരു ബുദ്ധിമുട്ടിൽ നിൽക്കുകയാണ്. അപ്പോൾ ഇത് മാനേജ്മെൻറ്റ് ഇതുവരെയും ഇതിനകത്ത് ഇടപെടുകയോ അല്ലെങ്കിൽ ഞങ്ങളൊരു ചർച്ചയ്ക്ക് വിളിക്കാനോ അവർ തയ്യാറായിട്ടില്ല. അപ്പോൾ അതെന്തെങ്കിലും ഒരു തീരുമാനം വന്നാലേ നമുക്കും ഇതിനകത്ത് എന്തെങ്കിലും ഒരു കാര്യങ്ങൾ ചെയ്യാൻ പറ്റുള്ളൂ. മിൽമയിൽ താഴെത്തട്ടിലുള്ള ജീവനക്കാർക്ക് സ്ഥാനക്കയറ്റം ലഭിച്ചിട്ട് 4 വർഷം കഴിഞ്ഞു. മുകൾ തട്ടിലുള്ള ജീവനക്കാർക്ക് കൃത്യമായി സ്ഥാനക്കയറ്റം ലഭിക്കുന്നുമുണ്ട്. എല്ലാവർക്കും ഒരേപോലെ സ്ഥാനക്കയറ്റം നൽകണം എന്നാണ് താഴെത്തട്ടിലുള്ള തൊഴിലാളികളുടെ ആവശ്യം. അല്ലാത്തപക്ഷം സമരം ശക്തമാക്കാനാണ് ഇവരുടെ നീക്കം. മാതൃഭൂമി ന്യൂസ്, കൊല്ലം.